എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെയൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനൊക്കെ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റാഗി പാലപ്പാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റുമാണ്. ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു ഗ്രീൻ പീസ് കറിയും കാണിക്കുന്നുണ്ട്. രണ്ടും നല്ല അടിപൊളി ഒരു കോംബോ ആണ്. അപ്പം നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റാഗി പാലപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് ഞാൻ ഒരു കപ്പ് അളവിൽ അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് കുതിർത്തി എടുത്തതിന് ശേഷം ഈ ഒരു അവൽ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് ആ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു വെള്ളം കളഞ്ഞിട്ട് മുഴുവൻ അവലും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ റാഗി പൗഡറാണ്. 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് ഞാൻ 2 കപ്പ് അളവിൽ റാഗി പൗഡറാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചേരുവകളൊക്കെ നമ്മൾ കറക്റ്റ് അളവിൽ എടുക്കുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ തന്നെ ചിരകിയ തേങ്ങയാണ്. തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്കിതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ഇതുപോലെ തരിതരി പോലെ അല്ലാത്ത കുറച്ച് വലിപ്പമുള്ള ഉരുണ്ടിട്ടുള്ള ഒരു ഡ്രൈഡ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൽ ആ ഒരു ഈസ്റ്റും ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം ആ ഒരു വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ, അതായത് നമ്മൾ ആ ഒരു റാഗി പൗഡറൊക്കെ എടുത്ത് അതേ കപ്പിൽ തന്നെ ആദ്യം 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. അതിനുശേഷം വീണ്ടും അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യം 2 കപ്പ് ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നെ അരയ്ക്കുന്ന ഒരു സമയത്ത് വീണ്ടും ഞാൻ 3/4 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ 2.25 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു പരുവത്തിന് ഞാനിതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാവ് നമുക്ക് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പാലപ്പത്തിനുള്ള മാവായതുകൊണ്ട് ഒരുപാടങ്ങ് കട്ടിയാകാനും പാടില്ല, ഒരു വെള്ളയപ്പൊക്കെ ചെയ്തിട്ട് എടുക്കുന്ന പോലെ. എന്നാൽ ഒരുപാട് വെള്ളം പോലെ ഇരിക്കാനും പാടില്ല. അപ്പോൾ വീണ്ടും ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ കുറച്ചും കൂടി ഒരു കട്ടിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വീണ്ടും ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിതിലേക്ക് 3/4 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ടോട്ടൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് നമ്മുടെ ഒരു റാഗി പാലപ്പത്തിനുള്ള ഒരു മാവിൻ്റെ ഒരു പരുവത്തിനായിട്ടുണ്ട്. ഇതിലും ലൂസായി പോകരുത് കേട്ടോ. ഈ ഒരു കട്ടി ഉണ്ടായിരിക്കണം എപ്പോഴും. ഇതിന് നമുക്ക് ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത്യാവശ്യം നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയാണെങ്കിൽ കറക്റ്റ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് പുളിച്ചു പൊങ്ങി വരും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം എടുത്തുനിന്നിരിക്കും കേട്ടോ. ഒരു 2-3 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുത്തുനിന്നിരിക്കും നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ കറക്റ്റ് നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് ഈ ഒരു മാവ് പുളിച്ചു പൊങ്ങി വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു കുക്കറിലേക്ക് നമുക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി തീരെ ചെറിയതാക്കി കട്ട് ചെയ്തതും ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ ചെറിയതാക്കി കട്ട് ചെയ്തതും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 3 പച്ചമുളകാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി സവാള ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് വഴണ്ട് കിട്ടണം. ഇതുപോലെ നന്നായിട്ട് വഴണ്ട് വന്നാൽ ഒരു 2 മീഡിയം വലിപ്പമുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, ആ ഒരു തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം.
തക്കാളിയും ചേർത്ത് ഒരുപാടങ്ങ് ഉടഞ്ഞങ്ങ് പോവണ്ട. അത്യാവശ്യം നന്നായിട്ട് നമ്മളൊരു തക്കാളിയും ചേർത്തൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ തക്കാളിയും ചേർത്ത് ഇതുപോലെ അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഗരം മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ആണെങ്കിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഈ ഒരു പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ കുതിർത്തി എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ഡ്രൈഡ് ഗ്രീൻ പീസ് എടുത്തിട്ട് ഓവർനൈറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ കുതിർത്തി എടുത്തിരിക്കുന്ന ഒരു ഗ്രീൻ പീസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളം ഒരു 1.25 കപ്പോളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു കുക്കർ അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ പീസ് 2 വിസിലടിച്ച് ആ ഒരു ആവി പൂർണ്ണമായും പോയതിനു ശേഷം നന്നായിട്ട് തന്നെ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഗ്രീൻ പീസിൻ്റെ വേവ് അനുസരിച്ച് വേണം വിസിലടിച്ചിട്ട് നമ്മളിത് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് 2 വിസിലിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് അളവിൽ നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ തേങ്ങാപ്പാൽ 1/4 കപ്പ് അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു നുള്ളു മാത്രം കേട്ടോ, ഒരു നുള്ളു പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഗ്രേവിയൊക്കെ അത്യാവശ്യം നമുക്കൊന്ന് കുറുകി വരും. ആ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഗ്രീൻ പീസ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മാവനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 1.25 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി നന്നായിട്ടൊന്ന് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇത്രയും സമയം കൊണ്ട് നമുക്കിത് പുളിച്ചു പൊങ്ങി വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചധികം സമയം കൂടുതൽ എടുത്തുനിന്നിരിക്കും കേട്ടോ. നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു അപ്പച്ചട്ടിയിലേക്ക് ഒരു 2 തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ സാധാരണ പാലപ്പം ചുറ്റിട്ട് എടുക്കുന്ന പോലെ ഇതുപോലെ ഒരു മാവൊന്ന് ചുറ്റിച്ചൊന്ന് എടുക്കുക. ശേഷം ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചുറ്റിട്ടെടുക്കാം. ആദ്യമായിട്ടൊക്കെ ഇതുപോലെ റാഗി കൊണ്ടുള്ള ഒരു പാലപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, ആ ഒരു റാഗി പൗഡറിന്റെ ഒരു കുത്തലൊക്കെ ഉണ്ടാവുമെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. റാഗിയുടെ ആ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഗി പാലപ്പമാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ തീർച്ചയായിട്ടും നമ്മളിത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഗി പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസ് കറി നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാവുന്നതാണ്. റാഗി പാലപ്പം ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഗ്രീൻ പീസ് കറിയും നല്ല സൂപ്പർ ഒരു കോംബോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല മുട്ട റോസ്റ്റിൻ്റെ കൂടെ ചിക്കൻ കറിയും ബീഫ് കറിയും എല്ലാത്തിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.